Hi everyone, ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിൽ നിന്ന് NDUGC നെറ്റ് ജൂൺ 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇതിനു മുമ്പും പല സെഷൻസ് നമ്മുടെ മാരത്തൺ വീഡിയോസിലും അതുപോലെ തന്നെ ടോപ്പിക്കലായിട്ടുള്ള ഡിസ്കഷൻസിലും ഒക്കെ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ കോർ ഏരിയാസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. സോ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൽ എന്താണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്, കോർ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റീസെൻറ്റ് എക്സാംസിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഇൻ കോണ്ടെക്സ്റ്റ് ടു വാട്ടർ ട്രീറ്റ്മെൻറ്റ്? സോ റീസെൻറ്റ് എക്സാംസിൽ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജെൻറ്റലി വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള കോൺസെപ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. സോ നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആദ്യം ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഇനീഷ്യൽ സ്റ്റേജിൽ അതിനകത്തുനിന്ന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് സാധിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു പ്രൈമറി സ്റ്റേജിൽ സാധിക്കാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടാത്ത പാർട്ടിക്കിൾസ് ആണ് സെക്കൻഡറി സ്റ്റേജിൽ റിമൂവ് ചെയ്യപ്പെടുക. ആൻഡ് ടേർഷ്യറി സ്റ്റേജിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ എന്നാൽ നമുക്ക് പാരലലി എന്ത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാനും പറ്റും. അതായത് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഫിസിക്കലി സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജിൽ സംഭവിക്കുക. ദെൻ ബയോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് സെക്കൻഡറി സ്റ്റേജിലേക്ക് വരുമ്പോൾ. ആൻഡ് ദെൻ കെമിക്കൽ പ്രോസസ്സസിലൂടെ ഈ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് അതിലൂടെ ഈ വാട്ടർ പോവുകയും അതിൻ്റെ അവസാനം നമുക്ക് അത് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് ട്രീറ്റഡ് ആയിട്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറുകയും ചെയ്യുന്നു. സോ ഈ രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. എനിവേ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സെഡിമെൻറ്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഗ്രിഡ് ചേമ്പർ. സോ ഈ ക്വസ്റ്റനിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഗ്രിഡ് ചേമ്പർ ഇത് മൂന്നും ഫിസിക്കൽ പ്രോസസ്സസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സെഡിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്ന് ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വെള്ളത്തിൽ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന പാർട്ടിക്കിൾസ് അതിങ്ങനെ അടിഞ്ഞ് അതിൻ്റെ ബോട്ടത്തിലേക്ക് വരിക. അത് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെ ആ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം അതിങ്ങനെ അടിഞ്ഞ് അത് നമുക്ക് ഈസിലി ആ ബോട്ടം ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് സെഡിമെൻറ്റേഷൻ. ഇനി ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രോസസ്സ് തന്നെയാണ്. ഒരു ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ട്, ഒരു ഫിൽട്ടർ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് അതിലൂടെ വാട്ടർ പാസ് ചെയ്യുന്നു. അപ്പോൾ ഫിൽട്ടർ മീഡിയയിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഫിൽറ്ററിലൂടെ ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സ് റിമൂവ് ചെയ്യപ്പെടുന്നു. ഇനി ഗ്രിഡ് ചേമ്പർ എന്ന് പറയുന്നതും ഒരു ഫിസിക്കൽ യൂണിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സ് തന്നെയാണ്. സോ ഇതിനകത്ത് വെള്ളം അതിലൂടെ സ്ലോ ആയിട്ട് ആ ഒരു ചേമ്പറിലൂടെ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹെവി ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ സാൻഡും അതുപോലുള്ള വസ്തുക്കളൊക്കെ ആ വെള്ളത്തിലുള്ള അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ ചേമ്പറിലൂടെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അത് റിമൂവ് ചെയ്യപ്പെടുന്നു. സോ ACD ഓപ്ഷൻസ് എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ്സസ് ആണ്. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള റിമൈനിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് കൊയാഗുലേഷൻ. സോ കൊയാഗുലേഷൻ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. കൊയാഗുലൻ്റ് ഒരു കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ ശേഷം ആ ഒരു കൊയാഗുലേഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ കൊയാഗുലൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് സ്മോൾ പാർട്ടിക്കിൾസ് ടു ക്ലം ടുഗെദർ. അപ്പോൾ ഈ കൊയാഗുലൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അതെല്ലാം കൂടെ ഒന്നിച്ചു വരും. എന്നിട്ട് അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെങ്കിലും ഫിസിക്കൽ പ്രോസസ്സിലൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെഡിമെൻറ്റേഷനോ ഫിൽട്രേഷനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കെമിക്കൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ആ സസ്പെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ എന്ത് ചെയ്യും, അത് ഒന്നിച്ച് വരും. ഒരു ക്ലം ടുഗെദർ അല്ലെങ്കിൽ ഒരു ഒന്നിച്ച് ചേർന്ന് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്ത് കളയാനായിട്ടുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B, ദാറ്റ് ഇസ് കൊയാഗുലേഷൻ.
So moving to the next question, ഇതൊരു match the following question ആണ്. So match the following question നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് 1 ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റൽ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അത് ഏത് വർഷമാണ് അത് അഡോപ്റ്റ് ചെയ്തത്, ഇയർ ഓഫ് ആക്ഷൻ ഓർ അഡോപ്ഷൻ ആണ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് കൺവെൻഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4 പ്രധാനപ്പെട്ട കൺവെൻഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ആണ് ഓപ്ഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്ന് നോക്കിയേ. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, National Action Plan on Climate Change NAPCC and Kyoto Protocol. So these are the 4 different conventions or protocols given in the match the following question. And list 2 year കൊടുത്തിട്ടുണ്ട് 1997, 2015, then 1992, 2008. അപ്പോൾ അങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയും. സോ ഇതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് ഇത് ഓരോന്നും ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് എനർജി യൂട്ടിലൈസേഷൻ സാധ്യമാകും വിതൗട്ട് എക്സ്പ്ലോയിറ്റിംഗ് ദ നേച്ചർ. അപ്പോൾ ആ രീതിയിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇയർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദാറ്റ് was adopted in 2015. അപ്പോൾ 2015 അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇയർ. സോ എ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2. ദെൻ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് 1992 നടന്ന എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺവെൻഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ എർത്ത് സമ്മിറ്റ് 1992 വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഔട്ട്കംസ് ഉണ്ട്. ഇപ്പോൾ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട്, UNFCCC. ആൻഡ് ഓൾസോ ആ UNFCCCയുടെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്ന പാരീസ് എഗ്രിമെൻറ്റ്, ഇവിടെ കാണുന്ന ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഇങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിലവിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കൺവെൻഷൻസ് ആണ്. അപ്പോൾ ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ UNFCCC അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കൺവെൻഷനാണ്. ഈ ഡെസേർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തരിശു നിലയിൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈ ഏരിയ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ്സിലൊക്കെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺവെൻഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്തത്? ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1992. സോ ആ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ആ വർഷം തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ബി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2, ദാറ്റ് ഇസ് 1992. ദെൻ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ഒക്കെ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ്ലി പഠിക്കാറുണ്ട്. സോ ദാറ്റ് വാസ് ഇൻ 2008. അപ്പോൾ ആ NAPCC അല്ലെങ്കിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഏത് വർഷമാണ് വന്നത്? That was in 2008. അപ്പോൾ C എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ക്യോട്ടോ പ്രോട്ടോക്കോൾ. സോ ക്യോട്ടോ പ്രോട്ടോക്കോൾ റിമൈനിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1997 ആണ്. ഇപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 92 എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ ഒരു പെർട്ടിക്കുലർ റിയോ കൺവെൻഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു 2-3 കൺവെൻഷൻസ് ആ ഒരു എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ UNFCCC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ UNFCCCയുടെ COPs അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ ദേ യൂസ് ടു മീറ്റ് എവറി ഇയർ, എല്ലാ വർഷവും അവർ ഒന്നിച്ച് കൂടി അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ UNFCCCയുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു COPയുടെ ഫലമായിരുന്നു ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞത്. ദാറ്റ് വാസ് ഇൻ 1997. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്താ? ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ദാറ്റ് ഇസ് 2015, Convention on Biodiversity, that was in 1992, the National Action Plan on Climate Change, that was in 2008, Kyoto Protocol in 1997. അപ്പോൾ A2, B3, C4, D1 ആണ് right answer, that is option B. അടുത്ത question. How many
Millennium Development Goals or MDGs were adopted by United Nations? It's a very easy, direct question. പക്ഷേ MDGs എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ബേസിക് ആയിട്ട് അതിനകത്ത് എത്ര ഗോൾസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ നമ്പർ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ ഇത്തവണത്തെ എക്സാമിന് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സ് ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ്ലി അതിന് എത്ര ഗോൾസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. പക്ഷേ അതല്ലാതെ വളരെ സ്പെസിഫിക്കലി ഇതിനകത്ത് ഗോൾസ് ഏതൊക്കെയാണ്, കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഗോൾസ് ആയിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഗോൾസ് ആയിട്ട് വരാത്തത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗോൾ തന്നിട്ട് ഇത് എത്രാമത്തെ ഗോളാണ്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഗോൾ 5 ഓഫ് MDG എന്താണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഈ ഒരു ഏരിയയിൽ നിന്നുണ്ട്. അപ്പോൾ 8 ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ 8 എണ്ണം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. റിഡ്യൂസ് പോവർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, promote gender equality and empower women, reduce child mortality, improve maternal health, combat HIV, AIDS and tuberculosis, ensure environmental sustainability, partnership for development. So these are the 8 different goals. So question വളരെ direct ആണ്, എത്ര goals ആണ് എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. Of course it's 8 goals. So the right answer for this question is option A. അടുത്ത ചോദ്യം. സോ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ SDGs എന്നുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് 2 ലിസ്റ്റുകൾ തന്നിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില SDGs അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. SDG 7, SDG 6, SDG 3, SDG 5. ലിസ്റ്റ് 2 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിരിക്കുകയാണ്. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ജെൻഡർ ഇക്വാലിറ്റി, അഫോർഡബിൾ എനർജി. സോ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്തെ ഓരോ SDGയും ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ SDGസും നിങ്ങൾക്കറിയാം 17 ഗ്ലോബൽ ഗോൾസ് ആണ് SDGസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കറൻ്റ്ലി കാണാനായിട്ട് സാധിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള SDGs അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് മാച്ച് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ SDG 7 ആണ് ആദ്യത്തെ ഓപ്ഷൻ. നിങ്ങൾ നോക്കിയാൽ SDG 7 എന്താ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് അല്ലേ. അഫോർഡബിൾ എനർജി എന്നുള്ള ഒബ്ജക്റ്റീവ് നമുക്ക് എടുക്കാം. സോ AS4 എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അടുത്ത എന്താ, SDG 6 ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. SDG 6 എന്താ കൊടുത്തിരിക്കുന്നത് ഇവിടെ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ. അപ്പോൾ B നമുക്ക് 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. സോ A4 B1 എന്ന് കാണുമ്പോൾ തന്നെ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് ഗോട്ട് ദി ആൻസർ. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. SDG 3 എന്താണെന്ന് നോക്കിയാൽ SDG 3 ഇസ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ C ഇസ് ഓപ്ഷൻ 2. ദെൻ D ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന SDG 5 ആണ്. SDG 5 എന്താ, ജെൻഡർ ഇക്വാലിറ്റി ആണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉണ്ട്, ദാറ്റ് ഇസ് ഓപ്ഷൻ 3. സോ D ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. അപ്പോൾ A4 B1 C2 D3 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ A. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A. അപ്പോൾ SDGs കൃത്യമായിട്ട് പഠിക്കുക, MDGസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനകത്ത് എത്ര ഗോൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ഏതൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം, ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം. അടുത്ത ക്വസ്റ്റ്യൻ. As per Noise Pollution Regulation and Control Act 2000, the permissible noise level during the day for silent zones is. സോ ഇത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പൊല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ട് അല്ലേ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ഇതൊക്കെ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ നോയിസ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 2000 ആ ഒരു പെർട്ടിക്കുലർ ആക്ടിൻ്റെ ഭാഗമായിട്ട് സൈലൻറ്റ് സോണുകളിൽ ഡേ ടൈമിൽ അനുവദനീയമായിട്ടുള്ള നോയിസ് ലെവൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ നോയിസ് പൊല്യൂഷൻ ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള ഏരിയാസാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇൻഡസ്ട്രീസ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ആ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ, റെസിഡൻഷ്യൽ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ. സൈലൻറ്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, സൈലൻറ്റ് സോൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കോർട്ട്സ്, നമ്മുടെ കോടതികൾ, ഇതിൻ്റെ ഒക്കെ ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള
സ്ഥലങ്ങളെയാണ് ഈ സൈലൻറ്റ് സോണുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇങ്ങനെ 4 രീതിയിലുള്ള 4 ടൈപ്സ് ഓഫ് ഏരിയാസ് ആയിട്ട് എൻറ്റയർലി നമുക്ക് ഈ എല്ലാ സ്ഥലങ്ങളെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഓരോ സോണിലും അല്ലെങ്കിൽ ഈ ഓരോ ഏരിയയിലും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും അനുവദനീയമായിട്ടുള്ള ഒരു വോയിസ് ലിമിറ്റും അല്ലെങ്കിൽ നോയിസ് ലെവലും നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ക്വസ്റ്റനിൽ നമ്മളോട് വളരെ സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താ, സൈലൻറ്റ് സോൺസിൽ ഡ്യൂറിങ് ദ ഡേ ടൈമിൽ അനുവദനീയമായിട്ടുള്ള പെർമിസിബിൾ ആയിട്ടുള്ള നോയ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഡേ ടൈം നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു 6 AM to 10 PM ആണ് ഡേ ടൈമായിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 10 PM to 6 AM ആ രീതിയിലാണ് ആ ഒരു ടൈമിങ് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, സോ ഇതിനകത്ത് വളരെ സ്പെസിഫിക്കലി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, വി നീഡ് ടു ഐഡൻറ്റിഫൈ ദി പെർമിസിബിൾ നോയ്സ് ഡ്യൂറിങ് ദി ഡേ ഫോർ സൈലൻസ് ആണ്. അപ്പോൾ സൈലൻസ് ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേ ടൈമിൽ 50 ആണ്, നൈറ്റ് ടൈമിൽ 40 ആണ്. അപ്പോൾ 50 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ, കാരണം ഡേ ടൈമാണ് ക്വസ്റ്റ്യൻ. സോ 50 എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, arrange the phases of modern approach to disaster management in order from initial to final, and we have the options recovery, preparedness, response, mitigation. All right, so ഈ ഡിസാസ്റ്റർ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എസ്പെഷ്യലി ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സും അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. ആൻഡ് ഓൾസോ ഇതിനകത്ത് എന്തൊക്കെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മോഡേൺ അപ്രോച്ചിൽ അതിനകത്ത് ഡിഫറെൻറ്റ് ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ ഇനിഷ്യൽ ടു ഫൈനൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ നമുക്ക് ജനറലി 4 സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് 4 സ്റ്റേജസ് നിങ്ങൾ നോക്കിയാൽ, പ്രിവെൻഷൻ, then we have preparedness, response and recovery. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ 4 സ്റ്റേജസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ഓരോ 4 സ്റ്റേജും എന്താ ഉദ്ദേശിക്കുന്നത്, പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാതെ അത് കംപ്ലീറ്റ്ലി അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇനിഷ്യലി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഇനിയും അവിടെ ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഏത് രീതിയിലും അതിജീവിക്കാനായിട്ടുള്ള പ്രിപ്പയർഡ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ് 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആണ്. ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിനോട് സഡനായിട്ട് എങ്ങനെ അവിടെ നമ്മൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള മേഖലകളാണ് ഈ റെസ്പോൺസ് എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു അതിനുശേഷം അവിടെ ആളുകളെ ഒരു ഇമ്മീഡിയറ്റ്ലി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു ലോങ് റണ്ണിൽ ആ ഒരു സ്ഥലത്തെ ആളുകൾക്ക് അവരുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള ആളുകൾ അത്രയും നാൾ അവരുണ്ടാക്കിയിട്ടുള്ള സകല സാധനങ്ങളും അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ അവരെ വീണ്ടും അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് വീണ്ടും അവർ ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 4 സ്റ്റേജസ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ കാണാറുള്ളത്, പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. സോ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ ടു ഫൈനൽ സ്റ്റേജസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷനാണ്. പക്ഷേ പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. ഈ പ്രിവെൻഷൻ എന്ന ടേമിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടേമാണ് മിറ്റിഗേഷൻ. പ്രിവെൻഷൻ അല്ലെങ്കിൽ മിറ്റിഗേഷൻ. ഓക്കെ, സോ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ടേം ആയിരിക്കും ചില സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക. മിറ്റിഗേഷൻ ആണ് എനിവേ ആദ്യം വരേണ്ട ഓപ്ഷൻ, കാരണം അത് പ്രിവെൻഷന് യൂസ് ചെയ്യുന്നൊരു ഓൾട്ടർനേറ്റീവ് ടേം ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. അപ്പോൾ മിറ്റിഗേഷൻ ഓപ്ഷൻ ഡി ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഡി ആദ്യം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി. എന്നാലും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. മിറ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, പ്രിപ്പയർഡ്നെസ് ആണ്. അപ്പോൾ ഡി കഴിഞ്ഞാൽ
ബി വരണം അല്ലെ, പ്രിപ്പയർനെസ് വരുന്നു. ദെൻ വി ഹാവ് റെസ്പോൺസ് ആൻഡ് റിക്കവറി. റെസ്പോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്, റിക്കവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. സോ ഡി ബി സി എ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി itself. Moving to the next question. The scale which not only measures the intensity of earthquake but also its impact on people is known as. സോ നമ്മൾ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ വളരെ സ്പെസിഫിക്കലി എടുത്ത് പഠിക്കേണ്ട ഒരു ഡിസാസ്റ്ററാണ്, ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു ഡിസാസ്റ്ററാണ് എർത്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എർത്ത് ഇൻറ്റൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനറലി ഒരു എർത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്കെയിൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എർത്ത് മെഷർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സ്കെയിലുകളെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിനകത്ത് വളരെ സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് സ്കെയിൽ വിച്ച് നോട്ട് ഓൺലി മെഷേഴ്സ് ദി ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ബട്ട് ഓൾസോ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പീപ്പിൾ. അതായത് ഒരു എർത്ത് ഇൻറ്റൻസിറ്റി എന്താണ് എന്ന് ചെക്ക് ചെയ്യുക മാത്രമല്ല, മറിച്ച് ആ ഒരു പർട്ടിക്കുലർ എർത്ത് ആളുകൾ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി മെഷർ ചെയ്യുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഈ എർത്ത് കുറിച്ച് പഠിക്കുന്ന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട സ്കെയിലുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് വളരെ കോമൺലി നമ്മൾ പറയുന്ന ഒരു സ്കെയിലാണ് റിച്ച് സ്കെയിൽ, അത് നമ്മൾ കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും. ആൻഡ് രണ്ടാമത്തത് മോഡിഫൈഡ് മെർക്കലി സ്കെയിലാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എർത്ത് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അതെന്തുമാത്രം ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ എർത്ത് ബന്ധപ്പെട്ടിട്ട് അതുമായി റിലേറ്റ് ചെയ്യുന്ന രണ്ട് സ്കെയിലുകളായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ റിച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി എർത്ത് ഇൻ ടേംസ് ഓഫ് എനർജി റിലീസ്ഡ്. അതായത് ഇൻറ്റൻസിറ്റിയാണ് അവരെ നോക്കുന്നത്, പക്ഷെ എന്തിൻ്റെ ബേസിസിലാണ് എന്തുമാത്രം എനർജി ആ ഒരു എർത്ത് എന്തുമാത്രം എനർജി റിലീസ്ഡായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എർത്ത് ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ളതിനെ അളക്കാൻ സഹായകരമായിട്ടുള്ള സ്കെയിലാണ് റിച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് ഓൺലി മെഷേഴ്സ് ദി ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ബട്ട് ഓൾസോ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പീപ്പിൾ. അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് എന്നുള്ളത് മാത്രമല്ല, ആ ഒരു എർത്ത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ആളുകളിൽ എന്ത് ഇമ്പാക്റ്റാണ് എർത്ത് കൊണ്ട് ഉണ്ടായത് എന്നതുകൂടി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന സ്കെയിലാണ്. അപ്പോൾ എർത്ത് റിലേറ്റഡ് ആയിട്ട് രണ്ട് സ്കെയിൽസാണ് ഓർത്തിരിക്കേണ്ടത്, റിച്ച് സ്കെയിലും മോഡിഫൈഡ് മെർക്കലി സ്കെയിലും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എർത്ത് ഇൻറ്റൻസിറ്റി മാത്രമല്ല, മറിച്ച് അതിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ആ ഒരു പെർട്ടിക്കുലർ എർത്ത് ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് കൂടി ചെക്ക് ചെയ്യുന്ന സ്കെയിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, arrange the following environment related days in chronological order. സോ ഇത് അങ്ങനെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഡേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ എൻവയൺമെൻറ്റൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേയ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും മാത്സ് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഇതിന് മുന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോട്ട് ദാറ്റ് ഫ്രീക്വൻറ്റ് ബട്ട് സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇടയ്ക്കൊക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് റിലേറ്റഡ് ഡേയ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഡേയ്സ് എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് MCQസിൻ്റെ പാറ്റേണിലോ ഒക്കെ ഇതിലേതെങ്കിലുമൊക്കെ ഡേയ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതുകൊണ്ട് ഈ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഏത് ദിവസങ്ങളിലാണിത് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് ദിവസങ്ങളിലാണ് ഈ സ്പെസിഫിക് ഡേയ്സ് ആയിട്ട് അറിയപ്പെടുന്നതെന്ന് നോക്കാം. അത് ഞാൻ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സോ നിങ്ങൾ നോക്കിയാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങളൊന്ന് സ്പെസിഫിക്കലി അതിനെ അറേഞ്ച് ചെയ്താൽ ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻസ് ആദ്യം ഇതിനകത്ത് വേൾഡ് ഹെൽത്ത് ഡേ ആണ്, ദാറ്റ് ഇസ് April 7th. Then we have Earth Day that comes after that, that is April 22nd. Then we have World Environment Day, which is celebrated on June 5th, and World Ozone Day, which is celebrated on September 16th. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക, ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ഏതാ വരിക, വേൾഡ് ഹെൽത്ത് ഡേ ആയിരിക്കും ആദ്യം വരിക, ദാറ്റ് ഇസ് ഓൺ April 7th, റൈറ്റ്? സോ April 7th അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ആദ്യം വരണം. ശരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാം. കാരണം എ ആദ്യം വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ വി ഹാവ് എർത്ത് ഡേ, ദാറ്റ് ഇസ് ഓൺ April 22nd. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ദെൻ വി ഹാവ് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ June 5th. സോ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ഓപ്ഷൻ ബി ആണ്.
And finally, we have World Ozone Day, which is celebrated on September 16th. So that is option D. So A, C, B, D ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള chronological order എന്ന് പറയുന്നത്. A, C, B, D എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. So the right answer is option A itself. Moving to the next question. അടുത്ത നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് 1 നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ചോദ്യം ചോദിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇവിടെ സോളിഡ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഓരോ മെത്തേഡ്സും എന്താണെന്ന് നോക്കാം. അതിനനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ലിസ്റ്റ് 1 വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? മോഡേൺ ലാൻഡ് ഫില്ലിംഗ്, ഓപ്പൺ ലാൻഡ് ഡംപിംഗ്, ദെൻ ഇൻസിനറേഷൻ, ബയോ കൺവേർഷൻ ഇൻടു കമ്പോസ്റ്റ്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റിഡ്യൂസ്ഡ് വേസ്റ്റ് വോളിയം, വെൽ എൻജിനീയർഡ് ആൻഡ് മാനേജ്ഡ് ഫെസിലിറ്റി, എക്കോ ഫ്രണ്ട്ലി പ്രോസസ്, ലോ കോസ്റ്റ് ഓഫ് ഡംപിങ്. സോ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് നിങ്ങൾ നോക്കിയാൽ ഒന്ന് മോഡേൺ ലാൻഡ് ഫില്ലിംഗ് ആണ്. ഈ ലാൻഡ് ഫില്ല് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ്ലി വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ആ ഒരു ലാൻഡ് ഫിൽസിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ട് അത് ഡംപ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നൊരു അതങ്ങനെ വെറുതെ അത് ഒട്ടും ശ്രദ്ധിക്കാണ്ട് ചുമ്മാ അവിടെ കൊണ്ട് ഇടാൻ പാടില്ല. ലേറ്റർ ഓൺ എന്ത് ചെയ്യണം, അതിൽ നിന്ന് കൃത്യമായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് സെഗ്രിഗേറ്റ് ചെയ്ത് അതിൻ്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. പക്ഷേ ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലാൻഡ് ഫിൽസ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത് മോഡേൺ ലാൻഡ് ഫില്ലിംഗ് ആണ്. മോഡേൺ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവിടെ വെറുതെ കൊണ്ടിടുക എന്നുള്ളതല്ല, നല്ലൊരു കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നൊരു ഫെസിലിറ്റി ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അവിടെ വരുന്ന വേസ്റ്റ് ഐറ്റംസ് പിന്നീട് കൃത്യമായിട്ട് അതിൻ്റെ ഫെർദർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ തന്നിരിക്കുന്ന ചോയ്സസിൽ നമുക്ക് ഏറ്റവും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? എ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 2 അല്ലെ, വെൽ എൻജിനീയർഡ് ആൻഡ് മാനേജ്ഡ് ഫെസിലിറ്റി. അതാണ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ചോയ്സ്. ഇനി ഓപ്പൺ ലാൻഡ് ഡംപിംഗ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് ഈ വേസ്റ്റ് ആയിട്ട് എല്ലാം കൂടെ കൊണ്ട് വെറുതെ ഡംപ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഈ മോഡേൺ ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എൻജിനീയർഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബേൺ ചെയ്യുക, അതായത് വേസ്റ്റ് കത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. ബയോ കൺവേർഷൻ ഇൻ കമ്പോസ്റ്റുകൾ നമുക്കറിയാലോ, കമ്പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ ഓർഗാനിക് വേസ്റ്റുകളെയൊക്കെ മന്യൂർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, വളമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നൊരു കോൺസെപ്റ്റ്. സോ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒട്ടും കോസ്റ്റ് ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് ഓപ്പൺ ലാൻഡ് ഡംപിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോ കോസ്റ്റ് വേസ്റ്റ് ഡംപിംഗ് പ്രോസസ് ആയിട്ടാണ് ഓപ്പൺ ലാൻഡ് ഡംപിംഗ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ബി ഓപ്ഷൻ നമുക്ക് 4 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇൻസിനറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേണിംഗ് ആണ്, അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഈ വേസ്റ്റ് ഐറ്റംസ് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻസിനറേഷൻ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റ് ഐറ്റംസ് ഇങ്ങനെ അതേ ഫോമിൽ കിടക്കുന്നതിനേക്കാളും അതൊന്ന് കത്തിക്കുകയാണ്, ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആഷസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേസ്റ്റ് ഐറ്റംസിൻ്റെ വോളിയം മാക്സിമം റെഡ്യൂസ് ചെയ്യാനും പിന്നീട് അത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇൻസിനറേഷൻ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 1 reduced waste volume. Then bioconversion into compost എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ, ഈ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഡി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3. അപ്പോൾ എങ്ങനെയാണ് കോമ്പിനേഷൻ വരിക? മോഡേൺ ലാൻഡ് ഫില്ലിംഗ്, വെൽ എൻജിനീയർഡ് ആൻഡ് മാനേജ്ഡ് ഫെസിലിറ്റി, ഓപ്പൺ ലാൻഡ് ഡംപിംഗ്, ലോ കോസ്റ്റ് ഓഫ് ഡംപിംഗ്, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ റിഡ്യൂസ്ഡ് വേസ്റ്റ് വോളിയം, ബയോകൺവേർഷൻ ഇൻ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി പ്രോസസ്. സോ A2, B4, C1 and D3, right? So that is option C. So the right answer is option C itself. Next question. When was the Paris Agreement adopted? 5th October 2020, 12th October 2015, 7th November 2018 and finally 8th July 1998.
അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടിരുന്നു. അവിടെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ചില കൺവെൻഷൻസ് പ്രോട്ടോകോൾസ് തന്നു, അതിൻ്റെ ഇയർ തന്നു, അതായത് ആ ഏത് ഇയറിലാണെന്നുള്ളതിനെ കുറിച്ചായിരുന്നു ആ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വളരെ സ്പെസിഫിക് ആണ്. പാരീസ് എഗ്രിമെൻറ്റ് എന്നാണ് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ പാരീസ് എഗ്രിമെൻറ്റ് ഇതിന് മുമ്പ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഓൾറെഡി നമ്മൾ കണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസും പ്രോട്ടോകോൾസും ഒക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എർത്ത് സമ്മിറ്റും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഡിഫറെൻറ്റ് കൺവെൻഷൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ UNFCCC അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു റിയോ കൺവെൻഷനാണിത്. അപ്പോൾ ആ ഒരു കൺവെൻഷൻ്റെ COPs നമ്മളിത് നേരത്തെ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ അതിന് ഓരോ വർഷവും അതിൻ്റെ അപെക്സ് ബോഡി അവർ ഒന്നിച്ചു കൂടി അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. സോ ഈ UNFCCCയുടെ 21ാമത്തെ COP കൂടിയത് പാരീസിൽ വെച്ചിട്ടാണ്. ആ പാരീസിൽ നടന്ന COPയിൽ വന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഈ പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ പാരീസ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, അത് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. 2, അതെന്നാണ്, വെൻ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, അതെന്നാണ് അത് ഒരു ഒഫീഷ്യൽ എനിക്ക് ഫോഴ്സിലേക്ക് വന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. അതെന്ന് അഡോപ്റ്റ് ചെയ്തതെന്നും ഓർത്ത് വെക്കണം. സോ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 12th December 2015 ആണ്. ആൻഡ് ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 4th November 2016. ഓക്കെ, സോ ഇവിടെ നമ്മളോട് വളരെ സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താണ്, വെൻ വാസ് ദ പാരീസ് എഗ്രിമെൻറ്റ് അഡോപ്റ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് 12th December 2015. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B. ഓൾറൈറ്റ്, സോ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ UGC നെറ്റ് ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഒക്കെ അതിൻ്റെ ഒരു എസൻസ് എന്താണെന്ന് മനസ്സിലാവാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മൊഡ്യൂളുമായിട്ട് നമ്മൾ കാണുന്നത് വരെ താങ്ക് യു എവരിവൺ ആൻഡ് ഹാപ്പി ലേണിംഗ്.